ഓസ്ട്രേലിയയിലേക്ക് 500 നഴ്സുമാരുടെ വേക്കൻസി ഉണ്ട് ഗവൺമെൻറ് തലത്തിൽ എന്നൊരു അറിയിപ്പ് കിട്ടി. ഞങ്ങളൊരു അന്വേഷണം നടത്താൻ വേണ്ടി അതിൻ്റെ ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ് ബർദുബായിൽ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മിസ്റ്റർ രജനീഷുണ്ട്, രാജലക്ഷ്മി മാഡമുണ്ട്, മിസ്റ്റർ രാംകുമാർ. ഇത് സാധ്യമാകുന്ന കാര്യമാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഈ MWT എന്ന ബോർഡ് ലോക ചരിത്രം മാറ്റിമറിച്ച ഒരു കഥയുണ്ട് പറയാൻ. അതായത് പറഞ്ഞാൽ വിശ്വാസം വരുമോ വരില്ലേ, എല്ലാ റെക്കോർഡുകളും ഗൂഗിളും ChatGPT ഒക്കെ പരിശോധിക്കാം. കഴിഞ്ഞ 23 വർഷങ്ങൾക്കിടയിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ 30,000 നഴ്സുമാരെ ഓസ്ട്രേലിയയിൽ എത്തിച്ചു എന്ന ചരിത്രം പേറുന്നതിൻ്റെ ദുബായ് ഹെഡ് ഓഫീസിലെ ആളുകളാണ് ഞാനിപ്പോൾ ഒന്ന് പരിചയപ്പെട്ട ഞങ്ങൾ കാണുന്ന ഈ 3 വ്യക്തിത്വങ്ങൾ. ഇതുപോലെ വിശാലമായൊരു ഓഫീസ് ഇവിടെയുണ്ട്. ഈ 30,000 നഴ്സുമാരുടെ ജീവിതം മാറ്റിമറിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ താഴെ വെച്ച് പറഞ്ഞല്ലോ, ഈ ബിൽഡിംഗ് കാണിച്ചിട്ട് ഈ ബിൽഡിങ്ങും ഈ നമ്പറും സേവ് ചെയ്ത് വെച്ചിട്ട് ആർക്കാണോ അറിയിക്കേണ്ടത്, നമ്മുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു നഴ്സ് ഗൾഫ് മേഖലയിലുണ്ടോ, ഓസ്ട്രേലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു മണിക്കൂറിൽ $40 ഓസ്ട്രേലിയൻ ഡോളർ മുതൽ $65 വരെ സമ്പാദ്യമാക്കാൻ പറ്റിയ മനസ്സുമായി നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കൂ. ദുബായിലെ നമ്പർ 054-266-5454. ഈ നമ്പറും സേവ് ചെയ്ത് വെച്ചോളൂ. ഇതാണ് ഏറ്റവും വലിയൊരു അവസരം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് ഇവർക്ക് എത്ര ക്യാമ്പസ് എന്നാണ് പറഞ്ഞത്? 10 ക്യാമ്പസ്. മൈക്കില്ലാത്തതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ശക്തമായിട്ട് പറയണം. 10 ക്യാമ്പസുകൾ ഓസ്ട്രേലിയയിലുള്ള, ഒരുപക്ഷെ അങ്ങനെ ഈ ഭൂമിയിലെ ഒരേ ഒരു മലയാളി ഡോക്ടർ ബിജോ കുന്നുംപുറത്തെന്ന് പറയുന്ന ആദരണീയമായ വ്യക്തിത്വം, ഓസ്ട്രേലിയ സെറ്റിൽ ചെയ്തിരിക്കുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന് ലോകം മുഴുവനും ഇങ്ങനെ ഓസ്ട്രേലിയക്ക് വേണ്ടിയുള്ള ഓഫീസുകളുണ്ട്. അതിൻ്റെ ദുബായ് ഹെഡ് ഓഫീസിലാണ് ഞാനും ദീപയും ഈ കാര്യം പറഞ്ഞിട്ട് വന്നത്, ദുബായ് വാർത്തയിലൂടെ പരിചയപ്പെടുത്താൻ. അതുപോലെ സൗദി ഞങ്ങൾക്ക് ഒരുപാട് നഴ്സുമാരുടെ പിന്തുണയുണ്ട്. അവർക്കൊക്കെ ആശ്വാസമാകാൻ വേണ്ടിയാണ്, ഗൾഫ് മുഴുവനുമുള്ള ആളുകൾക്ക് ആശ്വാസമാകാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞതും കേട്ടതും മാഡം 6 മാസത്തിനുള്ളിൽ അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന വിദ്യ നമ്മുടെ കയ്യിലുണ്ടെന്നാണ്. ഉണ്ടോ ഇല്ലേ? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഉണ്ട്. സാധ്യമാണത്. അപ്പോൾ ആ മയക്കും കൂടെ തരുമോ രാകേഷ്? അതായത് പല ആളുകളും പറയുന്നത് 3 വർഷം കാശൊക്കെ കൊടുത്തിട്ട് മോഹിപ്പിച്ചിട്ട് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് ഒന്നുമായിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് വലിയ ചൂഷണം നടന്നു വരുന്നൊരു ഏരിയയിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. 30,000 പേരെ മുന്നിൽ സാക്ഷികളാക്കി നിർത്തിയിട്ട് നമ്മൾ പറയുന്നത് 6 മാസം കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കും എന്നത്. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ അറിയിക്കുന്നു. യാഥാർത്ഥ്യമാണ്, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് പറഞ്ഞാൽ, ഏതൊരു നേഴ്സിൻ്റെ സ്വപ്നം ഓസ്ട്രേലിയയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ എത്താൻ വേണ്ടിയിട്ട് അവർ കിടക്കേണ്ട ഒരു കടമ എന്ന് പറഞ്ഞാൽ ആപ്ര രജിസ്ട്രേഷൻ എന്നാണ് അതറിയപ്പെടുന്നത്. അവിടുത്തെ ഒരു നാഷണൽ റെഗുലേറ്ററാണ്. ഇവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്യുന്നത് ആപ്ര വഴിയാണ്. ഈ നിങ്ങളുടെ ടെക്നിക്കൽ ടേംസ് ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇവിടെ ഇപ്പോൾ ഒരുപാട് BSc നഴ്സുമാരുണ്ട്, ജനറലായിട്ടുള്ള മറ്റ് ഡിപ്ലോമ നഴ്സുമാരുണ്ട്. നഴ്സുമാരാവാൻ ആഗ്രഹിച്ച്, ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നാട്ടിൽ നിന്നൊക്കെ പഠനം കഴിഞ്ഞ് വരുന്നവരുണ്ട്. ഇവർക്കൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഓസ്ട്രേലിയൻ ജീവിതം സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമോ? 110% സാധിക്കാൻ പറ്റും. 10 എക്സ്ട്രാ പറഞ്ഞേക്കാണ്. ഇല്ല, 110% നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പറയുന്നു. എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നേഴ്സിൻ്റെ ജേർണിയിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഈ ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു നേഴ്സ് സ്വന്തം നിലയ്ക്ക് ഇത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 12 മുതൽ 15 മാസം എടുക്കും ആ കുട്ടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ആ കുട്ടി ഓസ്ട്രേലിയയിൽ ട്രാവൽ ചെയ്യണം. ഏതൊരു നേഴ്സാണെങ്കിലും, വേൾഡിലുള്ള എവിടെയുള്ള നേഴ്സാണെങ്കിലും ഈ രജിസ്ട്രേഷൻ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഓസ്ട്രേലിയ എത്തണം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ 6 മാസത്തിനകം ലാൻഡ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. അതെ. അത് സ്റ്റുഡൻറ് വിസയിലാണോ? സ്റ്റുഡൻറ് വിസയിലാണ് നമ്മൾ. അപ്പം നമ്മുടെ ക്യാമ്പസ് തന്നെ ഇവിടെ 10 എണ്ണം ഉണ്ട്. അങ്ങനെയുള്ളൊരു മലയാളി ഡോക്ടർ ബിജോയെ പോലെ വേറൊരാളില്ല, ഉറപ്പല്ലേ? നമ്മുടെ ഒരു കൺസൾട്ടൻസി മലയാളി ഇല്ല, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ. ഓക്കെ, നമുക്ക് ഉറപ്പായിട്ട് പറയാം, അവിടുത്തെ ഹെൽത്ത് കെയറിൽ നമ്മളെ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഓസ്ട്രേലിയ. 30,001 മാറാൻ, 30,002 മാറാൻ, 30,003 മാറാൻ ഏതായാലും 500 വേക്കൻസി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അത് MWT അറിയിച്ചിട്ടുണ്ട്. അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദുബായിലെ ഹെഡ് ഓഫീസിൽ ഇവിടെ വരണമെന്ന് തന്നെ ഇല്ലല്ലേ? ഇവിടെ വരണ്ട, ബാക്കി എല്ലാം ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. എല്ലാ സ്റ്റേജിലും ഏത് നേഴ്സ് അവരുടെ ഏത് ജേർണിയിൽ ഏത് സ്റ്റേജിലാണ് അവർക്ക് വേണ്ട ഓരോ ചുവടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ട്രെയിനിങ്, അവർക്ക് വേണ്ട ഡോക്യുമെന്റേഷൻ ആണ് ഡോക്യുമെന്റേഷൻ, ഗൈഡൻസ് ആണ് ഗൈഡൻസ്. ഏതായാലും നിങ്ങളിവിടെ ഒരു
അക്കാഡമി ഗവൺമെൻറ്റിൻ്റെ പെർമിറ്റോടുകൂടി ആരംഭിക്കാൻ പോകുന്നു സന്തോഷ വർത്തമാനം ഞങ്ങൾ അറിഞ്ഞു. അതിന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു. ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടത് മാറട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, ഞാനിതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ആപ്ര രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എത്ര നാൾ കൊണ്ടാണ്? 3 മാസം കൊണ്ടല്ലേ? നമുക്ക് മൊത്തത്തിൽ 6 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. 6 മാസം കൊണ്ട് ചെയ്യിപ്പിച്ച് അവിടെ എത്തിക്കാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റുഡൻറ് വിസയിൽ എത്തിക്കഴിഞ്ഞാൽ തൽക്കാലം അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി വേറെ ഇനി വീട് പണയം വെക്കണോ, അതോ എന്തെങ്കിലും ജോലിയൊക്കെ ശരിപ്പെടുത്തി പാർട്ട് ടൈം ഒക്കെ കിട്ടുമോ? അതാണ് നമ്മുടെ ഈ ഒരു പാത്വേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അവിടെ ചെല്ലുമ്പം അവർ ഈ ലൈസൻസിങ് എക്സാമിൻ്റെ അവരുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈമായിട്ട് അവർ ജോലി ലഭിക്കുന്നുണ്ട്. ദേ ആർ സ്റ്റാർട്ടിങ് ഏർണിങ്. അപ്പോൾ ആ മുടക്കുന്ന എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിൻ്റെ ഇരട്ടി എമൗണ്ട് അവർക്ക് ഈ പറയുന്ന അവരുടെ ലൈസൻസിങ് ചെയ്ത് തീർക്കുന്ന സമയകാല അളവിൻ്റെ ഉള്ളിൽ തന്നെ ആ എമൗണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അതാണ് ഈ പാത്വേയുടെ ഇത് നമ്മുടെ ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയ എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രത്യേകത, മറ്റുള്ളവർ എന്താണോ ഈ മാർക്കറ്റിൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടി നഴ്സുമാർക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന തുക, അതിൻ്റെ പകുതിയില്ല അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന, അവിടെ പോയി ജീവിതം ഉണ്ടാക്കുന്ന ആ സാഹചര്യത്തിന് വേണ്ടി MWT വഴി ചെലവഴിക്കുമ്പോൾ എന്നുള്ളതാണ്. അത് അസാധാരണമാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്, ഞങ്ങളുടെ വരാൻ തന്നെ കാരണം അത് ഈ ടീം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എത്രയാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കും മേൽ ഒരു ഡിസ്കൗണ്ട് ദുബായ് വാർത്തയുടെ ആളുകൾ എന്ന രൂപത്തിൽ 2-3 മാസക്കാലത്തിനിടയ്ക്ക് വരുന്ന നഴ്സുമാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. എത്ര ശതമാനം എന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. അതെ, നമുക്ക് സന്തോഷമുണ്ട് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക്. അതായത് ഒരു 18% ഡിസ്കൗണ്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു അധിക ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓൾറെഡി 50% ചിലവേ വരുന്നുള്ളൂ. അതിന്മേൽ വീണ്ടും 18% ഓൺലി ഫോർ ദ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക്. ഞങ്ങൾ വളരെ താല്പര്യപൂർവ്വം അല്പം അഭിമാനത്തോടും അഹങ്കാരത്തോടും പറയുന്നതാണ്, MWT ചാർജ് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ ഒരു ചാർജിങ് സിസ്റ്റം, ഡിസ്കൗണ്ട് സിസ്റ്റം വേറെ ഇല്ല. ഉറപ്പല്ലേ? 30,000 നഴ്സുമാരുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഓക്കെ. ഏതായാലും മാഡം രാജലക്ഷ്മി, മിസ്റ്റർ രജനീഷ് എന്ന് പറഞ്ഞ ഇവിടുത്തെ GM ആണ് ദുബായ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ, അതുപോലെ ഡെപ്യൂട്ടി GM ആണ്, അതുപോലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അക്കൗണ്ട്സ് മാനേജറാണ് മിസ്റ്റർ രാംകുമാർ. അപ്പോൾ ഇവരെയൊക്കെ വന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിച്ചിട്ട്, അതിനാണ് ഈ നമ്പർ ഞാൻ ഇപ്പോൾ കാണാതെ വിളിച്ചു. ഏത് നഴ്സിനെ കണ്ടാലും ഞാൻ ആദ്യം പറയാൻ പോണ കാര്യം ദുബായിലെ 054-266-5454 കറക്റ്റ് അല്ലേ? നിമിഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചു. ഏതായാലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ മലയാളി നഴ്സുമാർക്ക് ആത്മാഭിമാനമുള്ള, ഉയർന്ന ശമ്പളമുള്ള, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന വലിയൊരു ജോലിയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. ഓക്കെ.